ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രാജൻ സിനിമയുടെ പുതിയ ആ, അവരുടെ സിനിമ മൾട്ടിപ്ലെക്സ് 7 സ്ക്രീനിലുള്ള മൾട്ടിപ്ലെക്സ് ഓപ്പൺ ആയിരിക്കുകയാണ് അഹമ്മദാബാദിൽ CBD മോളിൽ ആണ് ഈ ഒരു 7 സ്ക്രീനുള്ള മൾട്ടിപ്ലെക്സ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അഹമ്മദാബാദ്, നിക്കോൾ, വസ്ത്രാൽ എന്നിവിടങ്ങളിലുള്ളവർക്കും ഏറ്റവും അടുത്തായി വരുന്ന ഒരു മൾട്ടിപ്ലെക്സ് ആണിത്. ഏറ്റവും പുതിയ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫീലിംഗും തരുന്ന എല്ലാ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകത അവരുടെ സ്നാക്ക് സ്റ്റേഷൻസും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഹോസ്പിറ്റാലിറ്റിയും എൻ്റർടൈൻമെൻറ്റും കൂടെയുള്ള ഒരു കോംബോ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ആദ്യത്തെ സ്ക്രീനിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഇത് സ്ക്രീൻ നമ്പർ 1. ഒരു നല്ല ആംബിയൻസ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഒന്നാം സ്ക്രീനിലെ, അതായത് 7 സ്ക്രീനുകളുണ്ടെങ്കിലും ഒന്നാം സ്ക്രീനിലെ ഇതൊരു ഒരു കളർ മാച്ചിങ് ആണ്. ഇത് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു സീറ്റ് കളറിലെ ഒരു കോമ്പിനേഷനും അതേപോലെ തന്നെയുള്ള സൈഡും വാളിലും അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഒരേ രീതിയിലുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ സ്ക്രീനുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സൈഡിൽ ഉള്ള ആ ഒരു ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടുണ്ടാണ്. അതായത് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് സൈഡിലെ ലൈറ്റുകളെല്ലാം ഓഫ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കുറച്ച് സമയം കിട്ടിയതാണ് ഇതൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോൾബിയാണ്. ഡോൾബിയിൽ നമുക്കറിയാം, അറ്റ്മോസ് ഡോൾബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 78 to 200 സ്പീക്കേഴ്സാണ് അതിനകത്തുള്ളത്. അതായത് ഓരോ സൈഡിൽ നമുക്കൊരു എഫക്റ്റ്, ഒരു പ്രത്യേക ഫീൽ തരുന്ന മ്യൂസിക് സിസ്റ്റമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, പുറകിൽ സ്ക്രീൻ സ്പീക്കേഴ്സ്, അതേപോലെ തന്നെ സൈഡിൽ സ്പീക്കേഴ്സ്, അതേപോലെ തന്നെ മുകളിലും അതേ സ്പീക്കേഴ്സ് തന്നെയാണുള്ളത്. അതായത് ഒരു നല്ല ഫീലിംഗ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ നല്ല ഒരു രീതിയിലാണ് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. എക്സിറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഹോസ് റീൽസ് ആൻഡ് എവറിത്തിങ്, അതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വേണ്ട നോംസ് അനുസരിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ സ്ക്രീനും അതേപോലെ തന്നെ നമുക്ക് ഇതും ഒരു ഡോൾബി തന്നെയാണ് സ്ക്രീൻ. 2K പ്രൊജക്ഷനും 4K പ്രൊജക്ഷനും 3Dയും എല്ലാം തന്നെ ഓരോ സ്ക്രീനും പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള മറ്റൊരു ഉറപ്പ് കൂടിയുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ മുകളിലെ ആ ഒരു സ്പീക്കേഴ്സ് കാണിച്ചിരുന്നു, കണ്ടോ? ഇത് മുകളിലെ സ്പീക്കേഴ്സാണ്. അതായത് നമ്മളിരിക്കുന്നതിൻ്റെ 4 വശത്തും സ്പീക്കർ വെച്ച് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു മൂവി അതേ കോമ്പിനേഷനിൽ കാണുകയാണെങ്കിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും. ഒരു ഇല വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്നൊരു സീൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ ഫീൽ തരാൻ ഇതേപോലുള്ളൊരു സിസ്റ്റത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത സ്ക്രീനിലേക്ക് നമ്മൾ പോകും. പിന്നെ ഇത് നമ്മുടെ ജസ്റ്റ് ലോബി ഏരിയ ആണ്. ലോബി ഏരിയയിലെ ഒരു എന്താണ് പറയുന്നത്, ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെയും ഗുജറാത്തിലെയും സൂറത്തിനെയും പറ്റിയുള്ള ഓരോ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ടേക്ക് കെയർ.